നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇടഞ്ഞ ആന നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. സമയോചിത ഇടപെടലിൽ ആനയെ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഗുരുവായൂരിൽ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം. നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായെത്തി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചതോടെയാണ് ആഘോഷത്തിന് ആരംഭമായത്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ക്ഷേത്രത്തിലെ ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും ഈ മാസം 19-ന്. ബസ് സ്റ്റോപ്പിൽ ഇരുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റത് പോർക്കുളം മങ്ങാട് പുളിഞ്ചോട് സ്വദേശി കരുമാമ്പാറ വീട്ടിൽ സുനോജിന്. സംഭവത്തിൽ പ്രതി പോർക്കുളം കരുവാൻപടി സ്വദേശി സുരേന്ദ്രനെതിരെ പോലീസ് കേസ്. കാട്ടകമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങിയാമുക്ക് കരിച്ചാൽ കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഇനി പൂർത്തിയാകാനുള്ളത് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കൽ, അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം എന്നിവ. മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ അധികൃതർ. വിശദമായ വാർത്തയിലേക്ക്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ആന ഇടഞ്ഞത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 പഴുനാന റോഡിലുള്ള പാറക്കുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്നും പനമ്പട്ട എടുക്കുന്നതിനിടെയാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പെട്ടെന്ന് പ്രകോപിതനായ ആന അനുസരണക്കേട് കാട്ടുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാരുടെയും ഉടമയുടെയും നേതൃത്വത്തിൽ ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1 മണിയോടെ സമീപവാസിയായ കുമാരൻ എന്നയാളുടെ വീട്ടുമുറ്റത്ത് വെച്ച് ആനയെ സുരക്ഷിതമായി തളയ്ക്കുകയായിരുന്നു. സമയോചിതമായ ഇടപെടലുകൾ നടന്നതിനാൽ വലിയ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായാണ് വെണ്ണ സമർപ്പിച്ചത്. വെണ്ണയോടൊപ്പം അവിൽ, പഞ്ചസാര എന്നിവയും സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ കാഴ്ചശീവേലിക്ക് ചോവല്ലൂർ സുനിൽ മേളം നയിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. ഉത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച സുഭദ്രാഹരണം കഥകളിയും അരങ്ങേറി. 19-നാണ് ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. വിശേഷാൽ പിറന്നാൾ സദ്യ, ആൽത്തറമേളം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, ദേവ സഹോദര സംഗമം എന്നിവയുണ്ടാകും. അതുവരെ ദിവസവും കാഴ്ചശീവേലി, ചുറ്റുവിളക്ക്, കഞ്ഞി, പുഴുക്ക് എന്നിവയടങ്ങിയ പ്രസാദകൂട്ടും ഉണ്ടാകും. ബസ് സ്റ്റോപ്പിൽ ഇരുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പോർക്കുളം മങ്ങാട് പുളിഞ്ചോട് സ്വദേശി കരുമാമ്പാറ വീട്ടിൽ 40 വയസ്സുള്ള സുനോജിനാണ് ആക്രമണത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോർക്കുളം കരുവാൻപടി സ്വദേശി സുരേന്ദ്രനെതിരെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ പോർക്കുളം കരുവാൻപടി ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്ന സുനോജിനോട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ സുരേന്ദ്രൻ ആവശ്യപ്പെടുകയും ഇത് തർക്കത്തിൽ കലാശിക്കുകയുമായിരുന്നു. തുടർന്ന് പ്രതി തന്റെ കൈവശമുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് സുനോജിന്റെ കഴുത്തിന്റെ ഇടതുഭാഗത്ത് കുത്തുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പരിക്കേറ്റ സുനോജിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ സനീഷിന്റെ നേതൃത്വത്തിലാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. അക്കിക്കാവ് പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യാത്രികൻ മരിച്ചു. പോർക്കുളം കമ്പിപ്പാലം സ്വദേശി ചുങ്കത്ത് വീട്ടിൽ 80 വയസ്സുള്ള ജോബ്സൺ ജോബാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം. അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് തൃശൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ സെമിത്തേരിയിൽ നടക്കും. താരയാണ് ഭാര്യ.
ജൂനി, ടൈനി എന്നിവർ മക്കളാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെ പെയ്ത അപ്രതീക്ഷിത മഴയെ തുടർന്ന് ഒരുമനൂർ പഞ്ചായത്ത് ഓഫീസിൽ മഴവെള്ളം കയറി നാശനഷ്ടം. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമായത്. ഹൈവേ നിർമ്മാണത്തിലെ അശാസ്ത്രീയ നടപടികളാണ് ഇതിന് കാരണമെന്ന് ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ആരോപിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കല്ലും മണ്ണും അടക്കമുള്ള അവശിഷ്ടങ്ങൾ റോഡിന്റെ കാനകളിൽ അടിഞ്ഞുകൂടുകയും കാനകൾ മൂടപ്പെടുകയും ചെയ്തതോടെ മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകാൻ കഴിയാതെ റോഡിലേക്ക് കവിഞ്ഞൊഴുകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും കുടുംബശ്രീ, ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് വൃത്തിയാക്കൽ നടപടികൾ ആരംഭിച്ചു. ജസീന നസീർ, നിഷാദ് മാളിയേക്കൽ, നിഷാം കപ്പൽ, രേഖ സജിത്ത്, റുക്കിയ ഗഫൂർ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ തലപ്പുള്ളി സിന്ധു, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 10:30 തൈക്കാട് പള്ളി റോഡിലാണ് അപകടം. തൃശൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മല്ലികാർജുന ബസ്സിന് മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2026 വേലൂർ ഗ്രാമക നാടകോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം പ്രശസ്ത സിനിമാ നാടക നടൻ സുനിൽ സുഗത നിർവഹിച്ചു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ VK വിജയൻ, നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ എന്നിവർ ചേർന്ന് ബ്രോഷർ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ജനറൽ കൺവീനർ AN സോമനാഥൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ജലജരാജ്, ജ്യോത്സ്ന വിജിൽ, റഷീദ് എരുമപ്പെട്ടി, TA സദാനന്ദൻ, KL രജീഷ് തുടങ്ങിയവരും ഗ്രാമകം പ്രവർത്തകരും പങ്കെടുത്തു. ഏപ്രിൽ 18 മുതൽ 22 വരെ വേലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നാടകങ്ങൾ അരങ്ങേറും. നാടകോത്സവത്തിനോടനുബന്ധിച്ച് 5 ദിവസങ്ങളിൽ കുട്ടികളുടെ അഭിനയ പരിശീലന കളരി നടക്കും. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കമ്പിപ്പാലത്തിന് സമീപം വൻ മരം ഒടിഞ്ഞു വീണ് കാർ തകർന്നു. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവിലേക്ക് പോവുകയായിരുന്ന കൂറ്റനാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്കാണ് പാതയോരത്ത് നിന്നിരുന്ന കൂറ്റൻ പുളിമരം ഒടിഞ്ഞു വീണത്. അപകട സമയത്ത് കാറിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കുകളൊന്നുമില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. സംസ്ഥാന പാതയിലെ തിരക്കേറിയ ഭാഗമായ കമ്പിപ്പാലത്ത് വെച്ച് പെട്ടെന്നുണ്ടായ അപകടം പരിഭ്രാന്തി പരത്തി. മരം റോഡിന് കുറുകെ വീണതോടെ ഈ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിന് ഇരുവശത്തുമായി വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രൂപപ്പെട്ടത്. സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റി. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തി ഗതാഗത ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കാലപ്പഴക്കം ചെന്ന മരങ്ങൾ മഴയിലും കാറ്റിലും കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ പാതയോരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയിട്ടുണ്ട്. കാട്ടകമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കൽ, അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം എന്നിവയാണ് പൂർത്തിയാകാനുള്ളത്. മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 2005-ലാണ് കരിച്ചാൽക്കടവിൽ പാലം പണി ആദ്യം തുടങ്ങിയത്. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. പിന്നീട് 2018-ലാണ് പുതിയ പാലം പണിയാൻ പദ്ധതിയിട്ടത്. പാലം പണി വൈകിയത് മൂലം ആദ്യം കരാർ എടുത്തയാളെ സർക്കാർ ഒഴിവാക്കിയിരുന്നു. പിന്നീട് കരാർ എടുത്തയാൾ അതിവേഗത്തിൽ നിർമ്മാണം നടത്തുകയായിരുന്നു. പാലം പണി പൂർത്തിയാകുന്നതോടെ നാട്ടുകാരുടെ കാത്തിരിപ്പിന് സമാപനമാകും. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വയലത്തൂർ സ്വദേശി തലക്കോട്ടൂർ ജോസ്, അക്കിക്കാവ് താഴിശ്ശേരി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച പുലർച്ചെ 5:30 പള്ളി റോഡിലാണ് അപകടം. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള ബാങ്ക് കൂനമുച്ചി ശാഖയിലെ ബ്രാഞ്ച് മാനേജറായിരുന്ന CV പൃഥ്വിരാജിന് യാത്രയയപ്പ് നൽകി. കേരള ബാങ്ക് കൂനമുച്ചി ബ്രാഞ്ചിലെ കസ്റ്റമേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. മെജോസ് കോംപ്ലക്സിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ കേരള ബാങ്ക് മുൻ ഡയറക്ടർ PRN നമ്പീശൻ അധ്യക്ഷനായി. കൂനമുച്ചി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി KJ ബിജു, മറ്റം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PN രംഗീഷ്, ജെയ്സൺ ചാക്കോ, റഷീദ് നാലകത്ത്, PS അനന്യ, മോഹൻദാസ് എലത്തൂർ, അൽഫോൺസ് മുട്ടത്ത്, തട്ടകം ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് KV ജോസ്, PJ സ്റ്റൈജു, നിലവിലെ ബാങ്ക് മാനേജർ ഷെറിൻ എന്നിവർ സംസാരിച്ചു. CV പൃഥ്വിരാജ് മറുപടി പ്രസംഗം നടത്തി. തട്ടകം ഫാർമേഴ്സ് ക്ലബ്, കേരള ബാങ്ക് കസ്റ്റമേഴ്സ് കൂട്ടായ്മ എന്നിവയുടെ ഭാരവാഹികൾ വിരമിച്ച ബാങ്ക് മാനേജർക്ക് പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു.
പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പ്രസുതേന്തി വാഴ്ചയും തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പ്, വള എന്നിവ വെഞ്ചിരിപ്പിച്ച് ഭാരവാഹികൾക്ക് കൈമാറുകയുമുണ്ടായി. വൈകിട്ട് ചിറനെല്ലൂർ ദേവാലയത്തിൽ നിന്നും വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആരംഭിച്ച് പാറന്നൂർ പള്ളിയിലെത്തി സമാപിച്ചു. രാത്രി 11 മണിക്ക് അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ ദേവാലയാങ്കണത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡ് വാദ്യവും വർണ്ണമഴയും അരങ്ങേറും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിൻസൺ തട്ടിൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 ദിവ്യബലിയും തുടർന്ന് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടാകും. ഇടവക വികാരി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത്, കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, ജനറൽ കൺവീനർ KP ജീസൺ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. വേലൂർ കുട്ടംകുളം സെന്റ് ജോൺസ് ദി ഇവാഞ്ചലിസ്റ്റ് പുതിയ ദേവാലയത്തിന്റെ കൂദാശകർമ്മം തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് വേലൂർ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം, ഇടവക വികാരി സോബിൻ പയ്യിക്കാട്ട്, ഫാദർ സേവി പുത്തിരി, ഫാദർ ജോബി പുത്തൂർ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാരായ ലോറൻസ് കിടങ്ങൻ, ക്ലിറ്റസ് ചീരമ്പൻ, റാഫി ചീരമ്പൻ, ഷിജു ചീരമ്പൻ എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർകുളം പഞ്ചായത്ത് പരിധിയിൽ നെല്ല് സംഭരണ കേന്ദ്രം തുറക്കുവാനുള്ള നടപടികൾ എടുക്കണമെന്ന് പരൂർ പടവ് കർഷകർ. കൊയ്ത്തുത്സവ ചടങ്ങിലാണ് കർഷകർ ആവശ്യം ഉന്നയിച്ചത്. കൊയ്ത്തുത്സവം പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റും പരൂർ പടവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചമ്മന്നൂർ രാജീവ് ഗാന്ധി ലിങ്ക് റോഡ് പാടത്ത് നടത്തിയ ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പടവ് കമ്മിറ്റി പ്രസിഡന്റുമായ അബൂബക്കർ കുന്നംകാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം പരൂർ പടവിൽ കൂടുതലും ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി ഇറക്കിയത്. പല പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ കൃഷി ഇറക്കിയത്. കാലാവസ്ഥ അനുകൂലമായാൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കൊയ്ത്തുത്സവ ചടങ്ങിൽ പൊന്നാനി കോൾ സംരക്ഷണ സമിതി സെക്രട്ടറി ജയാനന്ദൻ, ഷുക്കൂർ കോറോത്തയിൽ, അഷ്കർ അറയ്ക്കൽ, ബാലൻ എഴുത്തുപുരയ്ക്കൽ, സുബ്രൻ തലക്കാട്ട്, KV കുഞ്ഞുമൊയ്തു, ജയൻ കാണങ്കോട്ട്, അബ്ദുൾ മുജീബ് അറയ്ക്കൽ, ഷംസു പുന്നൂക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സ്വാഗതവും K വിനോദ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം ആർത്താറ്റ ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ ആഘോഷങ്ങൾ തുടങ്ങി. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടന്ന വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ സോളി തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ തിരുകർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ വാഴപ്പിള്ളി ജോസ് ഷാജിയുടെ കുടുംബത്തെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. ശുശ്രൂഷകൾക്ക് ശേഷം തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ സോളി തട്ടിൽ നിർവഹിച്ചു. തുടർന്ന് വാദ്യാഘോഷങ്ങളുടെയും വിവിധ ദൃശ്യാവിഷ്കാരങ്ങളുടെയും അകമ്പടിയോടെ മിനി പെരുന്നാളും നടന്നു. ഇടവകയിലെ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തിരുനാൾ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നിർവഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് കൈക്കാരന്മാരായ ഷാബു ചിറ്റിലപ്പിള്ളി, തോമസ് ചുങ്കത്ത്, ചാർലി ചിരിയങ്കണ്ടത്ത്, തിരുനാൾ കൺവീനർ ഷൈജു ആളൂർ, സിസ്റ്റർ ഷാനി എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ തിരുനാൾ ആഘോഷങ്ങൾ തുടരും. ലഹരിക്കെതിരെ കടവല്ലൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കൂട്ടയോട്ടവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കടവല്ലൂർ അമ്പലനടയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ ജനപ്രതിനിധികളും മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കടവല്ലൂർ സെന്ററിൽ ക്ലബ് പ്രസിഡന്റ് ഷാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ASI മധു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജിത്ത്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ UP ശോഭന, ഗോപി, ക്ലബ് സെക്രട്ടറി നസീബ് എന്നിവർ സംസാരിച്ചു. ക്ലബ് അംഗം അസ്ലം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ലബ്ബ് ഭാരവാഹികളായ ഷമീർ, അർഷു, ഹഫി, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിയുടെ പ്രഥമ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നടക്കുന്ന പൂരാഘോഷങ്ങൾക്കും തുടർന്നുള്ള സമാപന ചടങ്ങുകൾക്കുമുള്ള ഒരുക്കങ്ങളായി.
പൂരദിവസമായ ഏപ്രിൽ 12 ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും പൊങ്കാല സമർപ്പണവും ഉണ്ടാകും. തുടർന്ന് വൈകുന്നേരം 4 മണിക്ക് ദേവസ്വം പൂരത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 6:40 പരമ്പരാഗത മേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരവരവുകൾ ക്ഷേത്രസന്നിധിയിലെത്തും. രാത്രി 9 മണിക്ക് വർണ്ണാഭമായ കൂട്ടിയെഴുന്നള്ളിപ്പോടെ പൂരം സമാപിക്കും. ഏപ്രിൽ 13 രാവിലെ 9 മണിക്ക് കൊടിയിറക്കമുണ്ടാകും. 14 രാത്രി 7:15 നടക്കുന്ന ദേശഗുരുതിയോടെയാണ് താലപ്പൊലി ആഘോഷങ്ങൾ സമാപിക്കുക. ഏപ്രിൽ 20 തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ മുതൽ താന്ത്രിക വിധിപ്രകാരമുള്ള വിശേഷാൽ പൂജകളും 11 മണി മുതൽ പ്രസാദഊട്ടുമുണ്ടാകും. ഉത്സവത്തിന് മുന്നോടിയായി ഏപ്രിൽ 5 മുതൽ 9 വരെ വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ടും ഏപ്രിൽ 10 ദേശപ്പാട്ടും സന്ധ്യവേലയും കളപാട്ടവും നടന്നിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. പൂരാഘോഷം CCTV സിനിമാ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. മീനമാസത്തിലെ കൊടും ചൂടിന് ആശ്വാസമേകാൻ തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ ആയമുക്ക് പുലിച്ചക്കാട്ട് ഹരിത സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കത്തുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന തണ്ണിമത്തൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കരിമ്പനഞ്ഞാൽ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത്. കർഷകനായ റസാഖ് പുതുവീട്ടിലാണ് നാടൻ കിരൺ ഇനങ്ങളിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കിയിരുന്നത്. പാടശേഖരത്തിലെ 1 ഏക്കർ ഭൂമിയിൽ 1.5 മാസം മുമ്പാണ് കൃഷിക്കായി വിത്തിറക്കിയത്. കൃത്യമായ പരിചരണം നൽകിയ കൃഷിക്ക് ചൂണ്ടൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിർദ്ദേശവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വിളവെടുപ്പിൽ കരിമ്പനഞ്ഞാൽ പാടശേഖര സമിതി പ്രസിഡന്റ് PG സുഭാഷ്, ഹരിതസംഘം പ്രസിഡന്റ് PK ഹരീത്, കർഷകനായ റസാഖിന്റെ കുടുംബാംഗങ്ങൾ, മറ്റു കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിളവെടുത്ത തണ്ണിമത്തൻ, കിരൺ എന്നിവ കേച്ചേരിയിലെ പഴക്കടകളിലാണ് വിറ്റഴിക്കുന്നത്. EK ഇമ്പിച്ചിബാവ ദിനത്തിന്റെ ഭാഗമായി CPIM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി മുതുവട്ടൂർ റെഡ് ഹൌസിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. CPIM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, MP രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച പ്രസുതന്തി വാഴ്ചയും കൂടുതുറക്കൽ ശുശ്രൂഷയും വിവിധ കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പുകളുടെ വിതരണവും നടന്നു. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തിച്ചേർന്ന് വാദ്യവർണ്ണ വിസ്മയങ്ങളോടെ സമാപിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും വൈകുന്നേരം 4 ദിവ്യബലിയും ഉണ്ടായിരിക്കും. 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ ജിഫി മേക്കാട്ടുകുളം മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡോക്ടർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകും. 4 മണിക്കുള്ള ദിവ്യബലിക്ക് ഫാദർ സിൻഡോ തൊറയൻ കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണവും 7 മണിക്ക് ഫ്യൂഷൻ നൈറ്റും അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ ഇടവകയിലെ മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള അനുസ്മരണ ബലിയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. വികാരി ഫാദർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, കൈക്കാരന്മാരായ KK ആൻഡ്രൂസ്, ഫ്രാൻസോ ഫ്രാൻസിസ്, ജനറൽ കൺവീനർ സണ്ണി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. സുഹൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AT ഹംസ മുഖ്യാതിഥിയായിരുന്നു. കലാഭവൻ മണി പുരസ്കാരം നേടിയ റിയ റൈനസ്, 60ന്റെ നിറവിലെത്തിയ നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ് എന്നിവരെ ആദരിച്ചു. സുഹൃതം സെക്രട്ടറി N രാജൻ, ബാലൻ വാറനാട്ട്, PI സൈമൺ, AV ജെൻസൺ, രാധാകൃഷ്ണൻ കരുമത്തിൽ, ലോറൻസ് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, പലവ്യഞ്ജന കിറ്റ്, വിഷുക്കൈ നീട്ടം എന്നിവ നൽകി. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രത്തിൽ പുതിയ പഞ്ചലോഹ ഗോളകയും തിടമ്പും സമർപ്പണം ഞായറാഴ്ച നടക്കും. രാവിലെ 7:30 നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണ സമിതി നേതൃത്വം നൽകും. തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി സമർപ്പണ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആധ്യാത്മിക പ്രഭാഷകൻ ഡോക്ടർ ശ്രീനിവാസൻ വൈകിട്ട് 6:30 ലക്ഷദീപം തെളിയിക്കും. സോപാന സംഗീതാർച്ചനയ്ക്ക് ഇടയ്ക്ക കലാകാരൻ ഹരിപ്പാട് അഖിൽ യശ്വന്ത് നേതൃത്വം നൽകും. ശനിയാഴ്ച ക്ഷേത്രത്തിൽ പള്ളിപ്പാന ഉണ്ടാകും. ചൊവ്വന്നൂർ ഉല്ലാസ്, ചെമ്മന്നിട്ട ശങ്കരൻ നായർ എന്നിവർ പാനയോഗത്തിന് നേതൃത്വം നൽകും. സമർപ്പണ ചടങ്ങിന്റെ മുന്നോടിയായി ദേവിയുടെ പഞ്ചലോഹ ഗോളകയും തിടമ്പും ഗ്രാമപ്രദക്ഷിണമായി തട്ടകത്തെ വിവിധ ക്ഷേത്ര സന്നിധികളിലും കുതിര സ്ഥാനീകരണത്തും എത്തിച്ച് ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും.
പെരിന്തൽമണ്ണ ഖാദർ മുല്ല സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരുന്ന BLOക്കെതിരെ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ച് അഞ്ഞൂർ വില്ലേജിലെ BLOമാർ പ്രതിഷേധ പ്രകടനം നടത്തി. അൻഷാദ്, VS റെയ്സ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വിള കൃഷി ചെയ്ത കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ പണം വിതരണം മുൻ MLA TP കുഞ്ഞുണ്ണി കരുണ പാടശേഖരത്തിലെ രവീന്ദ്രന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. കരുണ പാടശേഖര സമിതി പ്രസിഡന്റ് സലാം, പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ സെക്രട്ടറി സുനിൽ മാസ്റ്റർ, ADC അംഗം സെയ്ദ്, കോതമംഗലം പാടശേഖര സെക്രട്ടറി സേതുമാധവൻ, ബാങ്ക് സെക്രട്ടറി പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. പാഴിയോട്ടുമുറി KR തെക്കേടത്തുമന കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വാർഡ് മെമ്പർ PS രാധിക ഉദ്ഘാടനം ചെയ്തു. KR ഗ്രൂപ്പ് ഡയറക്ടർമാരായ KR റെജിൽ, KR രഞ്ജിത്ത്, പാടശേഖര സമിതി ഭാരവാഹികൾ, പൊതുപ്രവർത്തകരുമായ സന്തോഷ് പാഴിയോട്ടുമുറി, ഷാജു പുലിക്കോട്ടിൽ, E ചന്ദ്രൻ, PE ബാബു, ദിനേശൻ എന്നിവരും KR ഗ്രൂപ്പ് ജീവനക്കാരും പങ്കെടുത്തു. പാഴിയോട്ടുമുറി പാടശേഖരത്തിലാണ് വെള്ളരി, കുക്കുംബർ, വെണ്ട തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തത്. ജയ്പൂർ നാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും MD ഫസ്റ്റ് റാങ്കോടെ വിജയിച്ച് ഡോക്ടർ VR അഭിജിത്തും ഡോക്ടർ കൃഷ്ണദാസും. രസശാസ്ത്ര ആൻഡ് ഭൈഷജ്യ കൽപ്പനയിലാണ് ഡോക്ടർ VR അഭിജിത്ത് MD കരസ്ഥമാക്കിയത്. ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. പാത്രമംഗലം വടക്കത്ത് രാമൻ നമ്പീശന്റെയും ചന്ദ്രിക ടീച്ചറുടെയും മകനാണ് ഡോക്ടർ കൃഷ്ണദാസ്. ബേസിക് പ്രിൻസിപ്പൾസ് എന്ന വിഷയത്തിലാണ് MD നേടിയത്. വെള്ളാറ്റഞ്ഞൂർ കല്ലാറ്റ് കേശവക്കുറുപ്പിന്റെയും സതിയുടെയും മകനാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിൽ MPPM സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ജേക്കബറ്റ് സിറിയൻ വെക്കേഷൻ ബൈബിൾ സ്കൂൾ വർണ്ണാഭമായ റാലിയോടെ സമാപിച്ചു. ശോഭയും കാന്തിയും അണിയുക എന്ന ചിന്താ വിഷയത്തെ ആസ്പദമാക്കി ഒരാഴ്ച നീണ്ടുനിന്ന JSVBSൽ സംഗീതം, ബൈബിൾ പഠനം, അലങ്കാര ദിനം, സ്പോർട്സ് ദിനം, ദാനാർപ്പണം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിനോദയാത്ര എന്നിവയുണ്ടായി. സമാപന സമ്മേളനം വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. VBS ഡയറക്ടർ ഷീന മിൽട്ടൺ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകൻ ആന്റണി, അധ്യാപകരായ ലൂസി ചെറിയാൻ, ജോളി സണ്ണി, ജിനു ബിനു, നൈമ ജുവൽ, അലീന ലിജോ, ആൻമരിയ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സമ്മാനദാനവും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം കുന്നംകുളം കക്കാട് മടത്തിൽ പറമ്പിൽ ശങ്കരൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഷീജ, ഷീന, സ്മിത, ഗിരീഷ്, മണികണ്ഠൻ എന്നിവർ മക്കളാണ്. തമ്പുരാൻപടി ഐശ്വര്യനഗർ കപ്പിയൂർ വീട്ടിൽ പരേതനായ ഗോപാലാചാരി ഭാര്യ രാധ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ബാബു, ഷാജു, മഞ്ജു, സന്ധ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. വടക്കേക്കാട് പടിഞ്ഞാറേ കല്ലൂർ പരേതരായ വലിയ വീട്ടിൽ പോക്കർ മുസ്ലിയാരുടെയും മാരാത്ത് പാത്തുമുവിന്റെയും മകൻ MP അബ്ദുൾ അലി നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം കർണാക്കിൽ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. മണികണ്ഠേശ്വരം തോണ്ടലിൽ ലൈല ഭാര്യയും ലിഷിത, ഹാഷിദ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇടഞ്ഞ ആന നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. സമയോചിത ഇടപെടലിൽ ആനയെ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഗുരുവായൂരിൽ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം. നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിയാണ് ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചതോടെയാണ് ആഘോഷത്തിന് ആരംഭമായത്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ക്ഷേത്രത്തിലെ ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും ഈ മാസം 19-ന്.
ബസ് സ്റ്റോപ്പിൽ ഇരുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമം. പരിക്കേറ്റത് പോർക്കുളം മങ്ങാട് പുളിഞ്ചോട് സ്വദേശി കരുമാമ്പാറ വീട്ടിൽ സനോജിന്. സംഭവത്തിൽ പ്രതി പോർക്കുളം കരുവാൻപടി സ്വദേശി സുരേന്ദ്രനെതിരെ പോലീസ് കേസ്. കാട്ടകമ്പാൽ വടക്കേക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽക്കടവ് പാല നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഇനി പൂർത്തിയാകാനുള്ളത് ചെക്ക് ഡാമിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കൽ, അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം എന്നിവ. മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.